ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു 8 ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശുവാണ്. ഇപ്പോൾ വന്നിട്ട് ഒരു 10 ലിറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാവം പശുവാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വളർന്നതാണ്. മൂക്കൊന്നും കുത്തിയിട്ടില്ല. കുഞ്ഞിലെ തൊട്ട് അവിടെ നിന്ന് വളർന്നതുകൊണ്ടായിരിക്കാം മൂക്കൊന്നും കുത്തിയിട്ടില്ല. ഇവിടെ ഒരു കുഞ്ഞു കിടാവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൻ്റെ അല്ല. ആ പോയതിൻ്റെ കുറേ സങ്കടം ഉണ്ടായിരുന്നു. കുറേ ദിവസത്തേക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ ആയിരുന്നു നടക്കും. അപ്പോൾ ഭയങ്കര ഇണക്കോട്ടോ ഇതിന്. മറ്റേ പശുക്കളൊക്കെ ആണെങ്കിൽ പേടിച്ച് ചാടി പുറകോട്ട് പോകും. ഇതുണ്ട്, ഇതിൻ്റെ വയസ്സ് ഗസ് ചെയ്യുന്നവർക്ക് നമ്മളെ ഗീവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തിട്ട് ഇത് നമുക്കൊരാൾ വളർത്താൻ തന്നെയാണ്. അവർക്ക് ആ ചേട്ടനെ വയ്യാത്തതുകൊണ്ട് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഗർഭിണി കേട്ടോ, ചെനയേറ്റിട്ടുണ്ട്. ഇത് സംഭവം ഇതിന് ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് ഇത് പ്രസവിക്കുന്നത്. ഒരു വട്ടം പ്രസവിച്ചിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ വട്ടത്തിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പശുക്കൾ. കോഴികളും മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല. ഒരു കോഴിച്ചക്കുളം കേട്ടോ, ഇങ്ങനെ എല്ലാം വരുമ്പോൾ തിന്നുന്നില്ല, തീറ്റയൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ 2 പ്രാവുണ്ട്. ഇപ്പോൾ ബർപ്പനും മുഖിയാണ്. ആ മുഖിക്കിനെ എന്തോ ഒരു ജീവി ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് ക്ഷീണമാണ്. അപ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ആരോഗ്യം വെച്ചിടുന്നതിന് എൻ്റെ കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, തൊപ്പിയില്ലാത്ത 2 ചടി ഇതായിട്ടൊരു തൊപ്പിയുള്ളൊരു കുഞ്ഞുണ്ട്. അതിനകത്ത് നമ്മളെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് മേടിച്ച് വരുന്നത്. തൊട്ട് മേളത്തെ അല്ല, ഇച്ചിരി ദൂരമുണ്ട്. കഴിച്ചിടാട്ടെ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. നെക്ക് കരിങ്കോഴി കേട്ടത്. ഈ നാവ് ഇറച്ചെല്ലാം കിടപ്പാണ്. ഇത് ഒരു പൂവൻ, ഞാൻ അവിടുത്തെ മെയിനാൾ. അവനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഒരാൾ വരാറുണ്ട്. അപ്പുറത്തെ വിട്ടിട്ട് കഴുത്തെ പൊക്കമുള്ള പോകുന്നുണ്ട്. കടച്ചിക്കോഴിയൊക്കെ മതി. പ്രാവിനെ ഇതൊന്ന് അഴിച്ചിടാം. ഉണ്ടോ, പെമ്പ്രാനൊരു ടയേർഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ അടുത്തതായിട്ടൊരു മേൽപ്രാവാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പക്കത്ത് കയറി പോയിട്ടുണ്ട്. അവനെ മാത്രം ഒറ്റയ്ക്കാക്കിയ ഒരു സങ്കടമായിരിക്കുമല്ലോ. ഫീമെയിലും തരയും, പക്ഷേ ഫീമെയിലിനെ തൽക്കാലം ഇവിടെയാണ് നോക്കുന്നത്. കാരണം അതിന് നനഞ്ഞാലും കുഴപ്പമില്ല. ഇതിന് ഇച്ചിരി വയ്യാത്തല്ലേ. ഉണ്ട്, അവൾ ഇതിലൂടെയൊക്കെ നടക്കും. ഇപ്പം ഇനി പറക്കാൻ പറ്റില്ല, അതിൻ്റെ ചിറകെല്ലാം ജീവി എടുത്തുകൊണ്ട് പോയി. കണ്ടോ, അതിനവിടെ നല്ല സൂപ്പറായിട്ടൊന്ന് രീതിയിൽ നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കാണിച്ചു തരാം. കേട്ടോ, പൂച്ചക്കുഞ്ഞിനെന്തോ ക്ഷീണമാണ്. എനിക്ക് തോന്നുന്നത് ഇത് അമ്മേൻ്റെ അടുത്തുനിന്ന് മാറിയതിൻ്റെയാണോ ഡൗട്ടുണ്ട്. ഞാൻ അവിടെ കിടക്കണം. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ, അതിലൂടെ നടക്കുന്നുണ്ട്. അപ്പം അടുത്ത് അവരിങ്ങോട്ട് വന്നു, പുറകിലോട്ട് വന്നു. ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കലാണ് ഇനി പണി. ഇത്രയും പേരുള്ളൂ കേട്ടോ. പിന്നെ ആ 3 കോഴിക്കുഞ്ഞും, ഇത്രയും പേര് നമുക്കിപ്പോൾ കോഴിയിട്ടുള്ളൂ. അടുത്തൊരു പട്ടിയാണ്. ഇവളെ എന്നാത്തിനാണോ ഞാൻ കൊണ്ടുവന്നത്. കുഞ്ഞിലേക്ക് നല്ല രസമുണ്ടായിട്ട് ഞാനൊന്നും നോക്കിയില്ല, ഒരൊറ്റ എടുത്തുകൊണ്ടിരിക്കില്ല. എൻ്റെ അൽസുലേഷൻ്റെ നാടൻ പട്ടീനെ നിൽക്കുക. ടൈലിയുടെ പറിച്ചിട്ടുണ്ടല്ലോ, നാടൻ പട്ടീനല്ല അൽസുലേഷൻ എന്ന് വെറുതെ തള്ളിയിട്ടൊക്കെ. ഇത് അൽസുലേഷൻ്റെ ഒറിജിനൽ മിക്സാണ്. മൂന്നുണ്ട് നീണ്ടിരിക്കുന്നത്. നാടൻ പട്ടീൻ്റെ അത്ര നീണ്ടിട്ടുണ്ടാവില്ല. കുഞ്ഞിൽ വേണം കുറുക്കനപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ എന്താണ് ഒന്ന് എടുത്തുകൊണ്ട് വന്നത് അറിയില്ല. ഈ വേനൽക്കാലം ആണെങ്കിൽ നമ്മൾ ഈ ചിക്കുണ്ട്, വേനൽക്കാലം ആണെങ്കിൽ ഇച്ചിരി മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ടാണ്. ഇങ്ങനെ
ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ടാവാം നമുക്ക് പൂച്ചക്കുഞ്ഞിന് അതിനകത്ത് കാണുന്ന ഒരു ഗ്രേ ഇല്ല, അത് മാത്രമേ പൊരുന്ന് കിടന്ന് അട കിടക്കുള്ളൂ. അതും വല്ലപ്പോഴൊക്കെ. ഇതൊക്കെ ഫാൻസി കോഴീൻ്റെ മിക്സാണ്. നെക്കും ഈ ഇതും ആ 3 കുഞ്ഞുങ്ങളൊക്കെ ഫാൻസി കോഴി മിക്സാണ്. ഇതിനകത്ത് തന്നെ കറുപ്പും ഒരു ചുമപ്പ് വെളച്ചിയും കൂടി മുട്ടക്കോഴിയാണ്. അവൻ കൈരളിക്കോഴിയാണ്. എല്ലാം ഓരോരോ ബ്രീഡായിട്ട് വന്നേക്കുന്നു. ഒന്ന് പക്ഷേ കരിങ്കോഴിയും നെക്ക് പുള്ളിക്കോഴി അവൻ നീങ്ങുന്നു, പക്ഷേ അട കിടക്കില്ല. അത്ര ഒരു കുഴപ്പമായിരുന്നു. പശു നല്ല രീതിക്കുള്ള ഇത് അവളാണെങ്കിൽ കണ്ടോ, പശുവിൻ്റെ തീറ്റേൻ്റെ ഒക്കെ ബാക്കി അവിടെയൊക്കെ നിർത്തി കിടക്കുന്നതൊക്കെ പിന്നെ കണ്ടോ. വീഡിയോക്കൊക്കെ നല്ല പോസ്റ്റൊക്കെ ചെയ്യാൻ എൻ്റെ ഒരു നല്ല വീഡിയോയ്ക്ക് എടുക്കട്ടോ എന്നും പറഞ്ഞ് നൽകിയത്. അപ്പോൾ ഈ ചാക്കൻ കേട്ടോ പൂച്ചക്കുഞ്ഞിന് ഇട്ട്. ഇപ്പോൾ ഈ മഴക്കാലമല്ലേ പിടിക്കൂലേ. കണ്ടോ വാലയിലൊക്കെ കാര്യങ്ങൾ നല്ല പൂടയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേഹത്തൊക്കെ നല്ല പൂടയുണ്ട്. പിന്നെ മഴയില്ല, ക്ഷീണമാണ്. ആമ്പ്രാവ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വേനൽക്കാലം വരണമെങ്കിൽ ഈ ചെടിക്ക് എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഒരു ഉഷാറും ഇല്ല, തെന്നിലും എല്ലായിട്ട് പോയി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.